വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് കണക്ക് നോക്കല്. അപ്പൊ എന്താണ്, നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ വരണില്ല. ഇപ്പൊ പോസിറ്റീവ് ആക്കണോ, ഒന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഏറ്റവും നല്ല പോസിറ്റീവ് ക്രിസ്ത്യൻ ഇതിലുണ്ടല്ലോ, എന്താ നമ്മളെ ശവടക്കണേ, ആ പെട്ടീന്റെ ഉള്ളിലാണ് മേലെ ബ്ലാക്ക് അല്ലേ, അതേ ഒരു അവസ്ഥയാണ്. വലിയ കണ്ണാടികളൊക്കെ ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണോ? ആനക്കൊമ്പിലൊക്കെ പറ്റിയത്. ഇത് യഥാർത്ഥത്തിൽ പണ്ടുള്ളവർ അവെയർ ആയിരുന്നു. കണ്ണാടി സാധാരണ ഓപ്പൺ ആയിട്ടുള്ള ദിശകൾ എന്ന് പറയും. ഒന്ന്, നമ്മളെ ബെഡിലേക്ക് റിഫ്ലക്ട് ചെയ്യരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ശരി. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മള് സാറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്റെ ചോദ്യങ്ങളല്ല, നമ്മുടെ പ്രേക്ഷകർ അല്ല, അങ്ങനെയല്ല, നമ്മുടെ പ്രേക്ഷകർ സാറിനോട് ചോദിക്കാൻ വേണ്ടി അയച്ചു തന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ അബാക് മീഡിയയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങയോട് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചുപേർ അയച്ചു തന്ന ചോദ്യങ്ങൾ. അത് നന്നായിട്ട്. ഓക്കെ, അടുത്തത്, സാധാരണയായി കേരളത്തിൽ ആളുകൾ ചെയ്യുന്ന വാസ്തു തെറ്റുകൾ എന്തൊക്കെയാണ്? ഉദാഹരണം, അഗ്നികോണിൽ വെള്ള ടാങ്ക്, ടാപ്പൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമോ? സാധാരണഗതിയിൽ കണ്ടുവരുന്ന തെറ്റുകൾ എന്താണ്? സാധാരണഗതിയിൽ നമ്മളെ കേരളത്തിൽ തച്ചുശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് കണക്ക് നോക്കിയിട്ട് വീട് വെക്കുക എന്നാ. ഈ പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാസ്തു യഥാർത്ഥത്തിൽ വാസ്തുഭാരതിയാണ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പോ വന്നിട്ട് അളവെടുത്തു, എത്ര നീളം എത്ര വീതി, പിന്നെ ചുറ്റളവ് കണക്കാക്കി, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് കണക്ക് നോക്കല്. രണ്ടാമത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എലമെന്റ്സ് കറക്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ഊർജ്ജ പ്രവാഹങ്ങൾ. ഇപ്പൊ ഇതൊക്കെ കറക്റ്റായി വരുമ്പോഴാണ് അത് വരുന്നത്. അപ്പൊ കേരളത്തിൽ എന്ത് തെറ്റ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ 5 എലമെന്റ്സ് തിയറിയിലേക്ക് നമ്മളെ ഓരോ ആശാരിമാരും ഓരോ വാസ്തു നോക്കുന്ന ആളുകളും ഒന്ന് അവെയർ ആകണം. അപ്പോഴാണ് ഇത് എവിടെയാണ് തെറ്റ്, അത് എവിടെയാണ് ശരിയെന്ന് അറിയാം. അതായത് കിണറ് ഇപ്പം വടക്ക് കിഴക്ക് ഈശാനകോണ് എന്ന് പറയും, അത് മീനൻ രാശി എന്ന് പറയും. എന്തുകൊണ്ട് അവിടെ ഈശാനകോണിൽ കിണർ വരണം? കാരണം അവിടെയാണ് നാച്ചുറലി വാട്ടർ എലമെന്റ് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഈ സയന്റിഫിക് സൈഡ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റ് വരില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ചോദ്യം ചെയ്യലാണെന്ന് കരുതരുത്, ഒരു സംശയമാണ്. ഒരു 50 സെന്റിനെ 5 സെന്റുള്ള 10 പ്ലോട്ടുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോ അതിൽ നടുക്കിരിക്കുന്ന ഒന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് രണ്ടാമതിരിക്കുന്ന വസ്തുവിന്റെ വടക്ക് കിഴക്കേ മൂലയായിരിക്കും ഇപ്പുറത്തിരിക്കുന്ന വസ്തുവിന്റെ തെക്ക് കിഴക്കേ മൂല. കറക്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വാട്ടർ സോഴ്സ് അവന്റെ തെക്ക് കിഴക്കേ മൂല ഒരു മതില് കെട്ടി നമ്മൾ തിരിച്ചു എന്നുള്ളത്, ആ വാട്ടർ സോഴ്സ് മറ്റേയാൾക്ക് ഇപ്പുറത്തുണ്ടാവില്ലേ, ഇപ്പുറത്തെ ദിക്കിലുണ്ടാവില്ലേ? വെരി ഗുഡ്. ഞാനും നിങ്ങളും ഒരു ഡ്രസ്സിൽ കയറിയിരിക്കണ എങ്ങനെ ഉണ്ടാവും? ശരിയാവുക? അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ വേർപ്പെടുത്തുന്നതാണ് ഇത് നമ്മളുടെ ഒരു ഡ്രസ്സുകൾ അല്ലേ. അതേമാതിരിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു, വീട് എന്ന് പറയുന്നത് ശരീരം, അതിന്റെ ചുറ്റുമുള്ള ഡ്രസ്സാണ് യഥാർത്ഥത്തിൽ എന്ത്, മതില്. ഇത് കെട്ടിയിട്ടില്ല എങ്കിലാണ് അങ്ങ് പറഞ്ഞ ഈ സാധനം വരുന്നത്. അതായത് എന്റെ തെക്ക് കിഴക്ക് വന്നിട്ട് മറ്റേ ആളുടെ വടക്ക് കിഴക്കാവും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അഗ്നിയാണ് വേണ്ടത്, മറ്റേ ആൾക്ക് വേണ്ടത് ജലമാണ്. അപ്പോ ഇതിന് രണ്ട് ഇതിലാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് സബ് കോൺഷ്യസ് എഫക്ട് എന്നാ പറയുക. അപ്പോൾ പറയാൻ നമ്മൾ ഇവിടെ നിന്നാൽ അപ്പുറം കാണില്ല എന്ന് വെക്കുക. അപ്പൊ എന്താണ്, നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ വരണില്ല. രണ്ട്, അപ്പൊ ലോകത്തിനൊട്ടാകെ നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മളുടെ ആ ഒരു സ്ഥലത്തിന് ഒരു ചതുരത്തിൽ ബന്ധിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റായിട്ട് പാലിക്കുക. ഇതിനൊരു കർമ്മത്തിന്റെ ഇതും ഉണ്ട്. കാരണം ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ പ്ലോട്ടാണ്, മറ്റേ പ്ലോട്ടിന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ പ്ലോട്ട്, എന്റെ കർമ്മം എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ചതുരാക്കിയിട്ട് അതില് അതാത് സ്ഥാനത്ത് വേണ്ട സാധനങ്ങൾ വരികയാണെങ്കിൽ ആ ദോഷം വരില്ല. പിന്നെ ഇവിടെയാണ് ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിക്കാനാണ്. അതായത് ബിൽഡേഴ്സ് എല്ലാവരും പറയും ഞങ്ങൾ വാസ്തു നോക്കിയിട്ടാ വെച്ചെന്ന്. അവര് നോക്കുന്നത് ടോട്ടൽ പ്ലോട്ടിന്റെ വാസ്തുവാ. മനസ്സിലായി. അവർക്ക് അവരെ സെയില് നടക്കണം, അതുകൊണ്ട് എങ്ങനെ വേണം എന്നുള്ളതിലാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഏത് അപ്രോച്ചിലാണ് വാസ്തു നോക്കുന്നത്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ അങ്ങയുടെ വീടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അപ്പോൾ അങ്ങയുടെ വീട്ടിൽ ചെയ്യുന്ന മാതിരി തന്നെ അപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധാവും. കാരണം എന്ന് പറഞ്ഞാൽ ദിശ മാറും. അന്ന് നേരത്തെ പറഞ്ഞ അങ്ങയുടെ തെക്ക് കിഴക്കും മറ്റേ ആളുടെ വടക്ക് കിഴക്കോ. അതുകൊണ്ടാണ് ഓരോ വീട്ടിനും അതാത് വീട്ടിൽ പോയിട്ട് തന്നെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാ ബിൽഡേഴ്സും പറയും ഞങ്ങൾ വാസ്തു നോക്കിയിട്ടാട്ടോ വെച്ചതെന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അവർ വാസ്തു നോക്കിയിട്ട് തന്നെയാ വെച്ചത്? അപ്പൊ അവരുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം മൊത്തത്തിൽ അതും പിന്നെ ടോട്ടലായിട്ടുള്ള 360 ഡിഗ്രി ടോട്ടലി ഉള്ള. പക്ഷേ അതുകൊണ്ട് ഈ വീട്ടുകാരന് കാര്യമില്ല.
കാരണം എന്താ വെച്ചാൽ അവർ ടോട്ടലി ഉള്ള ഏരിയനെ കണക്കാക്കിയിട്ടാണ് അവർ നോക്കിയത്. മനസ്സിലായി. ഇപ്പൊ ഇങ്ങനെ ഭാഗിച്ച് വരുമ്പോൾ ഓരോരുത്തരുടെയും സൗത്ത് ഈസ്റ്റും മാറും. അതുകൊണ്ടാണ് അവര് പ്രോപ്പർട്ടി നോക്കിയാലും ശരി, നമ്മൾ എസ്പെഷ്യലി നമ്മളുടേതായിട്ടുള്ള പ്ലോട്ട് ആ വ്യൂവിൽ നോക്കണമെന്ന്. പിന്നെ ഇതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എൻ്റെ സ്വന്തം വീട് വാസ്തു നോക്കുമ്പോൾ എങ്ങനെയാ നോക്കുക? നമുക്ക് സ്വസ്ഥമായിട്ട് അതിൽ ജീവിക്കണം അല്ലേ? പക്ഷേ ബിൽഡേഴ്സ് വാസ്തു നോക്കുമ്പോൾ എങ്ങനെയാ നോക്കുക? അവർക്ക് ഇതെല്ലാം വിറ്റ് പോകണം. അതാണ് അവരുടെ സെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂ. തെറ്റല്ല കേട്ടോ, കാരണം അവർക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി അതാണ് അവരുടെ ജോലിയാണ്. അപ്പൊ ഇത് പറയണ എന്താണെന്ന് വെച്ചാൽ എന്ത് പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നാണ് നോക്കണേ. അതാണ് ഇപ്പൊ അമ്പലത്തിന്റെയും വാസ്തു നോക്കേണ്ടി വരും, ബാറിന്റെയും വാസ്തു നോക്കേണ്ടി വരും. ബാറ് ശരിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോന്നും അതാതിന്റെ ആംഗിളിൽ ശരിയാണ്. അപ്പൊ ഏതാണോ യൂണിറ്റ് എടുക്കുന്നത് അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്തിട്ട് വാസ്തു നോക്കണം. ശരി, ഞാൻ ഈ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് എനിക്ക് പനി ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് അതുകൊണ്ടൊന്നും അച്ഛനും അമ്മയും താങ്ക് യു, നല്ല പോയിന്റ്. സാർ, ഈ നമ്മൾ ഈ വീടുകൾക്ക് ജീവനുണ്ട് എന്ന് പറയാം, അതുപോലെ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവണം. എപ്പോഴും നെഗറ്റീവ് എനർജി ആണെങ്കിൽ വലിയ പണം. ചില വീടുകളിലൊക്കെ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പുറത്തിയാടിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പം ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ആക്കാൻ പറ്റുക? വെരി ഗുഡ്. ആദ്യം തന്നെ എന്താണ് ഈ പോസിറ്റീവ് എനർജി, എന്താ നെഗറ്റീവ് എനർജി? എവിടെ ഇരുന്നാലാണോ നമ്മൾ സ്വസ്ഥമാണ്, ഒരു കാരണമില്ലാണ്ട് ഹാപ്പി ആവും, ആ സ്ഥലം പോസിറ്റീവാണ്. ഇനി എവിടെ ഇരുന്നാലും ഞാൻ ഇപ്പോൾ വരട്ടോ, കുറച്ച് തിരക്കിലാണ്, അത് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ടോ മനസ്സിലാക്കുക, അവിടെ നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് ഇൻ ദ സെൻസ് ഇതാണ്, നമ്മളുടെ ഊർജത്തിന് അവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഒന്നാമത്തത് പറയുക, സാധാരണ ഒരു ചൊല്ലുണ്ട്, ലക്ഷ്മി വൃത്തിയുള്ള സ്ഥലത്താണ് കയറി വരുന്നത്. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഒന്നാമത്തെ കാര്യം ഇതാണ്, വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് അതൊക്കെ ആയി, എന്നിട്ട് എന്താ ബെഡ്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 2 കസാര ഇങ്ങനെ കിടക്കണ്. അങ്ങനെയായി വരുമ്പോൾ എന്താണ് വെച്ചാൽ ഈ സാധനങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു ഓറയുണ്ട്. അപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കിയുള്ളതിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ വലിക്കും. അപ്പൊ നമ്മളുടെ ഓറയിൽ ഈ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കും. ഓറ മീൻസ് നമ്മളെ ചുറ്റുമുള്ള ഒരു ഇതുണ്ട് കേട്ടോ, ഒരു നമ്മളെ കൈ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അറിയല്ലോ. അപ്പൊ അതിൽ കയറി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഭാരം കൂടി ആയിരിക്കും, നേരെ വെളുത്തിട്ട് എളിക്കാൻ പറ്റണ്ടാവും. മനസ്സിലാക്കുക അവിടെ നെഗറ്റീവ് ആകുകയാണെന്ന്. അപ്പോൾ പോസിറ്റീവ് ആക്കണോ, ഒന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി പഴയ അച്ഛനും അമ്മയ്ക്ക് അവിടെ വലിയച്ഛനും വലിയമ്മയൊക്കെ അവിടെ തൊട്ട് പഴയ സാധനം ഒഴിവാക്കണം. ഞാൻ പെട്ടെന്ന് ആലോചിച്ചറിയാം, ഇവിടെ ഈ ഓഫീസിൽ 4-5 ഇന്റർവ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞാല് 4-5 ഇന്റർവ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധസമാനമാണ്. ലൈറ്റ് വാരി അങ്ങോട്ട് ഇടുന്നു, പിന്നെ പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കും. ഇന്നാണ് ഞാൻ രാവിലെ ഓഫീസിൽ ഇന്നലെ രാത്രി 12 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം കൂടെ അവിടെ റിസപ്ഷനിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് കൊണ്ടുവന്ന് അകത്ത് കയറി, നമുക്ക് രാവിലെ കയറി ഭയങ്കര നെഗറ്റീവ്. അതേസമയം നമ്മൾ വരുമ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ക്യാബിനിൽ വിളക്കാൻ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം. അതാണ്. അപ്പോൾ ഊർജം പോസിറ്റീവ് ആണോ, ഒന്ന് ഡിസിപ്ലിൻ ആണ്, അതായത് നീറ്റ് ആൻഡ് ക്ലീൻ, അത് ആവശ്യമില്ലാത്ത ഒഴിവാക്കി നല്ല നീറ്റായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലുള്ള ഊർജവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ മൊബൈലിൽ എങ്ങനെ ആയിട്ടിരുന്ന് കിടക്കുന്ന എണീക്കാണ്ട് ഇതാകാൻ കാരണമുണ്ട്. അതിനർത്ഥം വീട്ടിൽ കുറേ സാധനങ്ങളും അതൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ടെന്ന്, ഇൻക്ലൂഡിങ് നമ്മളുടെ കിടക്ക മുതൽക്കുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചുറ്റുപാടുള്ള പെയിന്റിങ്സ്, അതേമാതിരി എന്ത് കളർ അടിക്കണതൊക്കെ. ഇതിലൊക്കെ വാസ്തുവിന് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഗ്രീൻ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ഗ്രീൻ കൊണ്ടുപോയിട്ട് വീട്ടിൽ അടിച്ചു കഴിഞ്ഞോ ആളുകൾ ഒരു മടിയന്മാരമായിരിക്കും. അതാണ്. എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ട്. പണ്ട് ഞാൻ കുറച്ചാൾ 2-3-4 മാസം വല്ലപ്പോഴും അവിടെ പോയി താമസിക്കുമായിരുന്നു. അപ്പൊ ഞാനൊരിക്കൽ നാട്ടിൽ പോയപ്പോൾ ഇത് പെയിന്റ് അടിക്കാൻ നമുക്ക് ഈ വർക്കിനൊക്കെ വരുന്ന ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ നിനക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചോ, കാരണം ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റാ, വലിയ സംഭവമൊന്നുമല്ല. തിരിച്ചോപ്പോ നല്ല കട്ട പച്ച കളർ അടിച്ചിട്ടുണ്ട്. അവിടെ രാത്രിയിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, അതിനകത്ത് കയറും. കുറച്ചേരം കഴിയുമ്പോൾ വൈഫിനോട് വാടി പുറത്തു പോകുന്നു, തിരിക്കാനേ തോന്നുന്നു. അങ്ങനെയാണ് അത്. അപ്പൊ ഓരോ കളറുകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത് വാസ്തുവിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതില്. അപ്പോൾ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഒരു കാര്യം ഇതാണ്, കളേഴ്സ്. ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി തരുന്ന കളർ ഏതാ? വൈറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ വൈറ്റ് പെട്ടെന്ന് ചെടിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഓഫ് വൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാ ഈ സാൻഡൽവുഡ് യെല്ലോ എന്ന് പറയും, ഇതൊക്കെയാണ് നല്ലതായിട്ട് വരുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി വരുന്നത്. പിന്നെ ഏത് റൂമാണെന്ന് നോക്കണം. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ അവിടെ ആക്ഷൻ കൂടുതൽ വേണ്ട സ്ഥലം. അതേസമയത്ത് ബെഡ്റൂം എന്ന് പറഞ്ഞാലോ
വിശ്രമിക്കേണ്ട സ്ഥലം. അപ്പൊ അത് ഓരോരോ സ്ഥലവും നോക്കിയിട്ട് അതിന് ഇതാകും. പിന്നെ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ളത് ആയാലും ഇതാവും. ചുവന്ന റൂം ആയാൽ നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അതേപോലെ ഓരോന്നും നമ്മളെ മൈൻഡ് എപ്പോഴും സ്വസ്ഥാകുക വൈറ്റിഷ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ്. അപ്പൊ നമ്മൾ വളരെ സ്വസ്ഥാവും, അവിടെ പോസിറ്റീവ് ആകുകയും ചെയ്യും. അതേ സമയത്ത് ഡാർക്ക് കളേഴ്സ് ഇതൊക്കെ ചിലതിന് ഒഴിച്ചുകൂടാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ ഈ സ്റ്റുഡിയോ വൈറ്റ് ആക്കിയാൽ ശരിയായില്ല, ഇതിന് ബ്ലാക്ക് തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളെ വീട് അങ്ങനെയല്ല. അപ്പം ബ്ലാക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രവണത ഉണ്ടാവും, സീലിംഗ് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കണം. ഈ യഥാർത്ഥത്തിൽ വീട്ടിനൊന്നും അത് വേണ്ടെന്നാ പറയുക. അതായത് നമ്മളിപ്പോ സപ്പോസ് നമ്മൾ ഈ എന്താ പറയാ ഈ ക്രിസ്ത്യൻ ഇതിലുണ്ടല്ലോ, എന്താ നമ്മളെ ശവ അടക്കണേ, ആ പെട്ടീന്റെ ഉള്ളിലാണ് മേലെ ബ്ലാക്ക് അല്ലേ, അതേ ഒരു അവസ്ഥയാണ് നമ്മളെ വീട് എന്നാണ് ഇപ്പൊ പറയുന്നത്. ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് തട്ട് വെള്ളക്കെ പറയുന്നത് തട്ട് വെള്ളം അതെ. അല്ല പറയണത് ഈ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഒന്ന് നമ്മൾ തന്നെ പോസിറ്റീവ് ആകുക. ആദ്യം തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളെ ചിരിച്ച മുഖം എങ്ങനെയാണ് നമ്മൾ തന്നെ ഒന്ന് നോക്കുക. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എന്താവും കുറെ പോസിറ്റീവ്. വലിയ കണ്ണാടികളൊക്കെ ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണോ? യഥാർത്ഥത്തിൽ അതൊരു വലിയ സയൻസ് ഉണ്ട് അതിന്റെ പിന്നില്. ബെഡ്റൂമിൽ കണ്ണാടി പാടില്ല എന്നാണ് ഒറ്റ വാക്ക് പറയുക. പക്ഷെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിൽ കണ്ണാടി വേണമല്ലോ. അപ്പോ ഈ ബെഡ് മിററിലേക്ക് ഫേസ് ചെയ്യരുത്. അതെന്താണെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾക്കൊരു ഊർജ്ജമുണ്ട്, പക്ഷെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ശരിക്കും പറയാം ഈ 5 എലമെന്റ് അവിടെ കിടക്കുകയാണ്. സോക്കോൾ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രപഞ്ചത്തിലായിട്ട് ചേരും. അത് ഒരു സെലസ്റ്റൽ ട്രാവലിംഗ് എന്നൊക്കെ പറയും. അതൊരു വലിയ സബ്ജക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അത്. അപ്പൊ എനർജി എപ്പോഴും എന്താവും, കണ്ണാടിമേൽ ടോർച്ച് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, റിഫ്ലക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ ആ എനർജി ഈ കണ്ണാടിയിൽ വന്നിട്ട് റിഫ്ലക്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് കാരണം എന്താണ്, നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങിയാലും ശരി ക്ഷീണം വരും. പിന്നെ ഈ കണ്ണാടി ഏത് പൊസിഷനിലാണ് നിൽക്കണേന്ന് നോക്കണം. അപ്പൊ തലഭാഗത്ത് അധികം തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക, തലഭാഗത്ത് കണ്ണാടി ഉണ്ടോ എന്ന് നോക്കുക. കാലുവേദന കൂടുതലുള്ള ആളുകൾ കാലുഭാഗത്ത് കണ്ണാടി ഉണ്ട്. പക്ഷെ നോക്ക്, ഈ പഴയ കണ്ടിട്ടുണ്ട് കണ്ണാടി ഇങ്ങനെ മറിച്ചിടാൻ പറ്റുന്നുണ്ട്, ആനക്കൊമ്പിലൊക്കെ ഫിറ്റ് ചെയ്ത്. ഇത് യഥാർത്ഥത്തിൽ പണ്ടുള്ളവർ അവെയർ ആയിരുന്നു, ഇത് കിടക്കാൻ നേരത്തത് മറിച്ചിടാനാണിത്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കണ്ണാടി സംവിധാനം. അതായത് ഇപ്പൊ നമുക്ക് മറിച്ചിടാൻ പറ്റില്ലെങ്കിലും കിടക്കാൻ നേരത്തെ ഒരു തുണിയെങ്കിലും എടുത്തിട്ടാലും മതി. അപ്പോൾ പക്ഷേ ഡ്രസ്സിംഗ് റൂം വേണം. അപ്പോൾ കണ്ണാടി സാധാരണ ഓപ്പൺ ആയിട്ടുള്ള ദിശകൾ എന്ന് പറയും, അതായത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഇങ്ങനെയുള്ള ദിശകളിലാണ് കണ്ണാടി ഇപ്പോഴും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത്, എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞു, സിനിമാ സംവിധായകൻ, പുള്ളി പറഞ്ഞ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടി പോയി കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഈ സൂപ്പറാടാ എന്നൊന്ന് പറഞ്ഞു നോക്കുക, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. ഞാൻ വിചാരിച്ചു എണ്ണീറ്റ് വരുമ്പോഴേ കാണാൻ വേണ്ടി ഒരു വലിയ കണ്ണാടി ഇങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ബെഡിന്റെ നേരെ മുന്നിൽ വെക്കണ്ട, സൈഡിലായിട്ട് വെച്ചോളൂ. അതായത് നേരിട്ട് റിഫ്ലക്ട്. ഇത് നല്ലതാ, കാരണം ഈശ്വരൻ എത്ര പണിപ്പെട്ടിട്ടാണ് ഇത്രയും സുന്ദരനാക്കിയത്. ഞാനായിട്ടാണോ? അപ്പൊ നിശാന്തോപ്പിൽ ഇങ്ങനെ ഞാനാക്കിയല്ലോ അല്ല പറയാണ്. അപ്പൊ അത് ഈശ്വരൻ അത്രയും എന്തൊരു ഇതായിട്ടാ മാഷ ഉണ്ടാക്കി, വണ്ടർഫുൾ കേട്ടോ. ഇത് പറയുമ്പോ തന്നെ who is the best? I am the best. Who is the champion? I am the champion. Who can do this? I can do it. Take it as a challenge. അതൊരു ഇതായി കഴിഞ്ഞ് നമ്മളൊരു ചിരിച്ചോട്ട് പുറത്തിറങ്ങുമ്പോൾ സെൽഫായി ബൂസ്റ്റഡ് ആയി അല്ലേ. പുള്ളി പറഞ്ഞു, പുള്ളി ഇപ്പൊ സിനിമ സംവിധാനം ചെയ്തു. ഞാൻ എന്താണ് ചോദിച്ചു, പുള്ളി ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റ് ചെയ്തപ്പോഴും അവിടെ ഒരു ഹോൾ, ഒരു വലിയ കണ്ണാടി. എന്തോ രാവിലെ ഡ്രസ് ചെയ്തിട്ട് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നീ സൂപ്പർ ആടാന്ന് പറഞ്ഞിട്ട്. അത് ലിവിംഗ് റൂമിൽ വളരെ നല്ലതാ. അപ്പൊ ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റെഡി, കറക്റ്റ്, അത് നല്ലതാ. പക്ഷെ ബെഡ്റൂമിൽ ഇത്രയേ ഉള്ളൂ, ഒന്ന് നമ്മളെ ബെഡിലേക്ക് റിഫ്ലക്ട് ചെയ്യരുത്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഇതിനും എല്ലാത്തിനും 2 അപ്രോച്ച് ഉണ്ട്. ഒരു ജനറൽ അപ്രോച്ച് ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് മീഡിയാസിൽ പറയാൻ പറ്റും, കുറെ ജനറൽ അപ്രോച്ചുകളെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻഡിവിജ്വൽ അപ്രോച്ച് അറിയണം, അവിടെ പോയി സ്റ്റഡി ചെയ്താലേ കിട്ടുള്ളൂ. മനസ്സിലായി. അതാണ്. അപ്പോൾ ഈ ഇതിൽ പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ കണ്ണാടി ആകാം, പക്ഷെ ബെഡിൽ റിഫ്ലക്ട് ചെയ്യരുത്.